സത്യം പറഞ്ഞാലേ കല്യാണം കഴിഞ്ഞിട്ട് ഇൻലോസിന്റെ കൂടെ താമസിക്കാതെ ഹസ്ബൻഡും വൈഫും കൂടെ മാറി അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ താമസിച്ചാൽ എന്തായിരിക്കും സംഭവിക്കുന്നത്? സത്യം പറഞ്ഞാല് ഒരു ജോലിക്ക് വേണ്ടി അല്ലാണ്ടാണ് ഇങ്ങനെ ഒരു മാറി താമസമെങ്കിൽ ആ പെൺകുട്ടി, അതായത് ആ വൈഫ്, പല ചീത്തപ്പേരുകളും കേൾക്കേണ്ടി വരും. ആദ്യം തന്നെ പറയുന്നത്, ഓ വന്ന് കേറിയുള്ളല്ലോ, അതിനു മുന്നേ അവനെയും കൊണ്ടങ്ങ് പോയി എന്നായിരിക്കും എല്ലാവരും പറയുക. പക്ഷെ അതെന്ത് നല്ലൊരു തീരുമാനമാണെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഈ ഇടയ്ക്കൂടെ എനിക്കൊരു കുട്ടി മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഈ കുട്ടി ഹസ്ബൻഡും കൂടെ താമസിക്കുന്ന ഇൻലോസിന്റെ കൂടെയാണ്. അപ്പൊ ഈ കുട്ടി ഹസ്ബൻഡോടെ എന്ത് ഡിസിഷൻ എടുത്താലും അതിൽ തലയിടാനായിട്ടിരിക്കുകയാണ് ഈ അമ്മയെ. അപ്പൊ അമ്മയെ വെറുപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ പുള്ളിക്കാരനൊന്നും മിണ്ടത്തുമില്ല. അപ്പൊ ഇതിങ്ങനെ കൂടി വന്നപ്പോഴത്തേനും ലാസ്റ്റ് ഈ കുട്ടിയും ഹസ്ബൻഡും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുകളായിട്ടുള്ള എനിക്ക് മനസ്സിലാക്കിയത് അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ മാറി താമസിച്ചു കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നങ്ങളെ അവർക്കിടയിൽ ശരിക്കും നമ്മൾ കെട്ടിക്കൊണ്ട് കുട്ടികളും ആഗ്രഹിക്കും. അതായത് ഇപ്പൊ ഞാനാണെങ്കിൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ട് എന്റേതായിട്ടുള്ള ഒരു സ്പേസ് എന്ന് പറയുന്നത്. ഇനി ഇൻലോസ് ഒക്കെ നല്ലതാണെങ്കിൽ കൂടി നമ്മൾ ആ ഒരു വീട്ടിൽ ചെന്നിരിക്കുമ്പോഴത്തേനും നമുക്കൊരു ഗസ്റ്റ് പോലെ പലപ്പോഴും തോന്നാറുണ്ട്. നമ്മളുടെ ഇഷ്ടങ്ങൾക്ക് അനുസരിച്ച് സാധനങ്ങൾ ഓർഗനൈസ് ചെയ്യുക, ചില റൂമുകൾക്കും കോർണറുകൾക്കും ഒക്കെ കുഞ്ഞു കുഞ്ഞു രൂപമാറ്റങ്ങളും കാര്യങ്ങളും ഒക്കെ വരുത്തുക, ഇഷ്ടമുള്ളവരെ കിടന്ന് ഉറങ്ങുക, ഇഷ്ടമുണ്ടെങ്കിൽ കുക്ക് ചെയ്യുക, ഇഷ്ടമല്ലെങ്കിൽ കുക്ക് ചെയ്യാതിരിക്കുക. ഇങ്ങനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളായിട്ട് ജീവിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് താമസിക്കാൻ നമ്മുടേതായിട്ടുള്ള ഒരു സ്പേസ് ഉണ്ടായിരിക്കണം. നിങ്ങൾ ആണുങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കേ, ഭാര്യ വീട്ടിൽ ഒരു 2 ദിവസം തികച്ചു നിൽക്കാൻ നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. സത്യം പറഞ്ഞാൽ നിങ്ങളുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമുക്കും ആ അവസ്ഥ തന്നെയാണ്. ഈ ഒരു കാര്യം മാത്രമല്ല, കല്യാണം കഴിഞ്ഞ കപ്പിൾസ് ഇൻലോസിൽ നിന്നൊക്കെ മാറി അവരുടേതായിട്ടുള്ള ഒരു സ്പേസിൽ താമസിച്ച് തുടങ്ങുമ്പോഴത്തേനും കുറച്ചും കൂടെ ബോണ്ടിങ് കൂടത്തേ ഉള്ളൂ. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ നിങ്ങളുടെ അമ്മേനെയും അച്ഛനെയും നോക്കരുത് എന്ന്. അവരെ വിളിക്കണം, അവരെ വിസിറ്റ് ചെയ്യണം, അവരെ പൊന്നുപോലെ നോക്കണം. പിന്നെ നിങ്ങൾ വന്ന ഫാമിലിക്ക് ഇമ്പോർട്ടൻ്റ് കൊടുക്കണം, അതെന്തായാലും വേണം. പക്ഷേ അതിലുപരി ഇമ്പോർട്ടൻ്റ് കൊടുക്കേണ്ടത് നിങ്ങൾ ഉണ്ടാക്കുന്ന ഫാമിലിക്കായിരിക്കണം. അങ്ങനെ ഇമ്പോർട്ടൻ്റ് കൊടുക്കാത്ത ആൾക്കാരുടെ ലൈഫ് അത്ര അടിപൊളിയായിട്ട് മുന്നോട്ട് പോയിട്ടില്ല കേട്ടോ. ഐ മീൻ മാരീഡ് ലൈഫ്.